സത്യം പരം ധീമഹി എന്ന പ്രാർത്ഥനയോടെ ശ്രീമദ് ഭാഗവതം ആരംഭിച്ചു എന്ന് മുൻപ് നമ്മൾ സൂചിപ്പിച്ചുവല്ലോ. ഭാഗവതം എന്ന ഈ പരമസത്യത്തിലേക്ക് എന്നും എൻ്റെ ബുദ്ധി ചേർന്നിരിക്കണേ എന്ന പ്രാർത്ഥനയോടെ വ്യാസമഹർഷി നമ്മൾ ഓരോരുത്തരെയും ഭാഗവതത്തിന് മുൻപിലേക്ക് കൈപിടിച്ചിരുത്തി സർവവിധത്തിലും പരമമായ ധർമ്മത്തെ ഈ ലോകത്തിന് ഉപദേശം ചെയ്യാൻ സർവ വേദാന്തസാരം ഹി ശ്രീ ഭാഗവതമിഷ്യത്തെ. വേദങ്ങൾ 4, 100-ലധികം ഉപനിഷത്തുകൾ, 2 ഇതിഹാസങ്ങൾ, 18ഓളം പുരാണങ്ങൾ, മറ്റനേകം ആത്മീയ ഗ്രന്ഥങ്ങൾ, ഇത്രയും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഉണ്ട് എന്നിരിക്കെ ഇത് മുഴുവൻ പഠിക്കാനോ വിചാരണ ചെയ്യാനോ കലിയുഗവാസികളായ ആൾക്കാർക്ക് സാധിച്ചു എന്ന് വരില്ല. വേദം മുഴുവൻ വായിക്കാൻ, മഹാഭാരതം മുഴുവൻ പഠിക്കാൻ, ഭഗവത്ഗീത മുഴുവൻ പഠിക്കാൻ ഒന്നും ചിലപ്പോൾ കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോഴാണ് സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം. ഈ പറഞ്ഞ വേദ ഇതിഹാസ പുരാണ ഉപനിഷത്തുക്കളുടെ എല്ലാം സാരത്തെ വ്യാസമഹർഷി പിഴിഞ്ഞെടുത്തത്. റോഡ് സൈഡിൽ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണണില്ലേ? ആ കരിമ്പിനെ അവർ മെഷീനിലിട്ട് അത് പിഴിഞ്ഞ് അതിനെ ഒന്നുകൂടി മടക്കി അതിനെ ഒന്നുകൂടി പിഴിഞ്ഞ് ഇതുപോലെ സർവവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരത്തെ ഊറ്റിയെടുത്ത് ഭാഗവതമായിട്ട് നമുക്ക് തന്നു. കാരണം വേദം മുഴുവൻ പുരാണങ്ങൾ മുഴുവനൊന്നും അറിയാൻ കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ആ ഭാഗവതത്തിന് മുൻപിലേക്ക് നമ്മൾ ഓരോരുത്തരെയും എന്നും എൻ്റെ ബുദ്ധി ഭാഗവതത്തിൽ ചേർന്നിരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി വ്യാസമഹർഷി ചേർത്തിരുത്തി. ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ പറയുമ്പോൾ വസ്തു ശിവദം, ഈശ്വര കഥകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ശിവദമാണ്, മംഗളമാണ്. ഒരു തരത്തിലുള്ളതായ ദുഃഖവും ഭഗവാന്റെ കഥകൾ നമുക്ക് നൽകില്ല എന്ന് ഭാഗവതം ഉറപ്പു തരുന്നു. ഭഗവാന്റെ കഥകളെ കൊണ്ടൊരു ദുഃഖം ആർക്കും ഉണ്ടാവില്ല. എത്രയോ കാലങ്ങളായി ഭഗവത് കഥകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കള്, എത്രയോ കാലങ്ങളായി ഭഗവാന്റെ കഥകളെ പാടിക്കൊണ്ടിരിക്കുന്ന ഗുരുനാഥന്മാര്, അവരൊക്കെ ഇന്നും ഒരേ കഥയെ തന്നെ വീണ്ടും പാടുന്നു കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കഥകളുടെ മാത്രം മഹാത്മ്യമാണ്, മഹിമയാണ്. മറ്റുള്ള കഥകളൊക്കെ നമുക്ക് പലവിധത്തിലുള്ളതായ ദുഃഖങ്ങളെ, ടെൻഷൻ്റെ ഡോസ് കൂട്ടിത്തരുന്ന കഥകളാണ്. അച്ഛനമ്മമാർക്ക് മക്കളെക്കുറിച്ച് വല്ലാത്ത വേവലാതി. മക്കളെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ തുടങ്ങിയപ്പോൾ മക്കൾ പറഞ്ഞു, ടെൻഷൻ അടിക്കാണ്ടിരിക്കാൻ അച്ഛനും അമ്മയും ഒരു കാര്യം ചെയ്യൂ. എന്ത് ചെയ്താൽ മതി? TV കണ്ടാൽ മതി. അതിലാവുമ്പോൾ പല പരിപാടികളുണ്ടാവുമല്ലോ, അപ്പം ടെൻഷൻ കുറയും. അങ്ങനെ മക്കളെക്കുറിച്ചിട്ടുള്ള, സ്വന്തം മക്കളെക്കുറിച്ചിട്ടുള്ള ടെൻഷൻ കുറയാൻ വേണ്ടി അച്ഛനും അമ്മയും TV കാണാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ എന്തായി? ഇത്ര കാലം സ്വന്തം മക്കളെക്കുറിച്ചിട്ടുള്ള ടെൻഷനേ ഉണ്ടായിട്ടുള്ളൂ. 1 മാസം TV കണ്ടപ്പോൾ അതിലുള്ള മക്കളുടെ ടെൻഷനും കൂടി തലയിൽ കയറി. ചക്രത്തിൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. ഇവിടെ
നമുക്ക് ഈ ചക്രവുമായിട്ട് എന്താ ബന്ധം എന്നാണെങ്കിൽ, നമ്മളും വിധാതാവായ ബ്രഹ്മാവിൽ നിന്ന് ഇതുപോലൊരു ചക്രത്തെ വാങ്ങിയിട്ടുണ്ട്. ആ ചക്രത്തിലാണ് നമ്മളും ഇപ്പോൾ പെട്ടിരിക്കുന്നത്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം. അല്ലേ? ജനിക്കുക, കർമ്മങ്ങൾ ചെയ്യാം, അതിൻ്റെ ഫലം ഡെപ്പോസിറ്റാക്കുക, എന്നിട്ട് മരിക്കുക, ഡെപ്പോസിറ്റിലുള്ളത് അനുഭവിക്കാൻ വീണ്ടും ജനിക്കുക. എന്നാ പുതിയത് ചെയ്യാണ്ടിരിക്കണ്ടേ? പുതിയത് ചെയ്യുക, പഴയതിൻ്റെ ഫലം അനുഭവിക്കുക. ഇങ്ങനെ കർമ്മഫലം കൊണ്ട് ജനനമരണമാകുന്നതായ പ്രാരബ്ധ ചക്രത്തിലേക്ക് നമ്മളും പെട്ടിരിക്കുന്നു. ഇവിടെ ശൗനകാദി യോഗീശ്വരന്മാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, അവർ ഋഷികളാണ്. ഋഷി എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് നേടിയവർ, ജ്ഞാനി എന്നൊക്കെയാണ്. അപ്പം അറിവുള്ളവരായ ഈ ഋഷീശ്വരന്മാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ചക്രത്തെ പൊടിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണോ അവിടേക്ക് കൃത്യമായിട്ട് ചക്രത്തെ നയിച്ചു. ഈ ചക്രം എങ്ങനെ ഉരുട്ടണം, ഈ ചക്രം എങ്ങനെ കൊണ്ടുപോകണം എന്ന അറിവ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ നമുക്കോ പലതരത്തിലുള്ളതായ പ്രാരബ്ധങ്ങളിൽപ്പെട്ട് ഈ അജ്ഞാനങ്ങളുടെ നടുവിൽ പെട്ടുപോയ നമുക്ക് ഈ ചക്രം എങ്ങനെ കൊണ്ടുപോകണം എന്ന അറിവില്ലാണ്ടായി. അറിവില്ലാണ്ടായപ്പോൾ എന്തായെന്ന് വെച്ചാൽ, ചക്രത്തിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ചക്രം നമ്മൾ ഉരുട്ടുകയല്ല ചെയ്യണത്, പിന്നെയോ ചക്രം നമ്മളെ ഇട്ട് ഉരുട്ടാൻ തുടങ്ങി. നാളെ എന്താകുമെന്നോ നാളെ എന്ത് ചെയ്യണമെന്നോ ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് നമ്മളല്ല, നമ്മുടെ പ്രാരബ്ധമാണ്. അപ്പം അത്തരത്തിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പ്രാരബ്ധം നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ഏതുപോലെ എന്നാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊക്കെ ടി വി വാങ്ങിയിട്ടുണ്ടല്ലോ. ആരുടെ കാശ് കൊണ്ടാണ് നമ്മൾ ടി വി വാങ്ങിയത്? നമ്മുടെ കാശ് കൊണ്ട്. ആരാ കറണ്ട് ബില്ലടയ്ക്കണത്? നമ്മൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ടി വി എപ്പോൾ കാണണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു 2 ആഴ്ച ടി വി കണ്ടാൽ പിന്നെ ടി വി തീരുമാനിക്കും നമ്മളെപ്പോൾ ടി വി കാണണമെന്ന്. അല്ലേ? മറക്കാതെ കാണുക, നാളെ വൈകുന്നേരം 5 മണിക്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിളക്കൊക്കെ നേരത്തെ കത്തിച്ചു പോയിരിക്കണില്ലേ അതിൻ്റെ മുമ്പിൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആ ടി വി എപ്രകാരം നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നുവോ അതുപോലെ സർവവിധത്തിലും ഇവിടെ പ്രാരബ്ധം നമ്മളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മളെ വട്ടം ചുറ്റിക്കുമ്പോൾ ഈ പ്രാരബ്ധ ചക്രം പൊടിക്കാൻ ഒരേ ഒരു വഴി നൈമിഷാരണ്യത്തിലേക്ക് എത്തലാണ്. എന്താ നൈമിഷാരണ്യത്തിൻ്റെ പ്രത്യേകത? സദാസമയവും ഭഗവാന്റെ കഥകൾ മുഴങ്ങുന്ന പുണ്യഭൂമിയാണ് നൈമിഷാരണ്യം. അപ്പോൾ ഈശ്വര കഥകൾക്ക് മുൻപിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ കർമ്മ പ്രാരബ്ധത്തിൽ കുറേ കുറവ് വരും. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവുമൊക്കെ ഈ ഈശ്വര കഥകളിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ പുതിയതായ ഒരു കർമ്മം ചെയ്യാനോ പുതിയതായ കർമ്മത്തിലേക്ക് ഏർപ്പെടാനോ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലേ? കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്നുള്ള ആ ഒരു ഭാഗവത ധർമ്മം, അത് നമ്മൾ ഈശ്വര കഥകൾക്ക് മുൻപിലെത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സൊരല്പനേരമെങ്കിലും, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒരല്പനേരമെങ്കിലും ലൗകികമായ വ്യവഹാരങ്ങളെ വിട്ട് ആധ്യാത്മികമായ ഈശ്വരീയമായ ഭാവത്തിലേക്ക് ചേർന്ന് നിൽക്കും. അപ്പം അത്രയും കർമ്മഫലം, അത്രയും കർമ്മപ്രാരബ്ധം നമ്മളിൽ നിന്ന് ക്ഷയിച്ച് ഇല്ലാണ്ടാവും. അപ്പോൾ ഈ പ്രാരബ്ധ ചക്രത്തെ പൊടിക്കാൻ നമുക്ക് നൈമിഷാരണ്യം എന്നുള്ള പുണ്യഭൂമിയിലേക്ക് എത്തണം. എവിടെയാ നൈമിഷാരണ്യം? ഈശ്വര കഥകൾ നടക്കുന്ന സ്ഥലം തന്നെ. ഇവിടെ ഉഗ്രശ്രവസ് എന്ന ഭാഗവതാചാര്യനെ പൂജിച്ചിരുത്തി
ശൗനകൻ തുടങ്ങിയ ഋഷീശ്വരന്മാർ ചോദിച്ചതായ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഭാഗവതം ആരംഭിക്കുന്നത് എന്ന് മുൻപ് സൂചിപ്പിച്ചു. ചോദ്യം ഇതാണ്: നിത്യമായ സുഖം ഈ ലോകത്ത് എവിടെ നിന്നാണ് കിട്ടുക? അല്ലേ? അപ്പൊ ലൗകിക സുഖങ്ങളൊന്നും മോശം എന്ന് ഭാഗവതം പറയുന്നില്ല. പക്ഷേ ലൗകിക സുഖങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ലൗകികമായ ഏത് സുഖങ്ങളും കിട്ടാണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും സുഖം. അല്ലേ? ലൗകിക സുഖങ്ങളൊക്കെ കിട്ടാണ്ടിരിക്കുമ്പോഴാണ് സുഖം. കിട്ടിയ ഒരാളും സുഖം എന്നതിനെ വിളിക്കാറില്ല. ഇപ്പൊ ജോലി സുഖാണ് എന്നാരാ പറയാ? ജോലി സുഖാണെന്ന് ആരാ പറയാ? ജോലിക്ക് പോണ ആരെങ്കിലും രാവിലെ 8:45 പാസഞ്ചർ പിടിക്കാൻ ഓടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ജോലിക്കാര്. ആ ഏതെങ്കിലും ഒരു ജോലിക്കാരനോട് പറയാ, നിങ്ങൾക്ക് നല്ല സുഖല്ലേ എന്ന്. അയാൾ പറയുമോ എനിക്ക് നല്ല സുഖാണെന്ന്? ഇല്ല. ജോലി സുഖാണെന്ന് ആരാ പറയാന്ന് ചോദിച്ചാൽ ജോലി കിട്ടാത്ത ആളാ പറയും. എത്ര കാലം പറയും? ജോലി കിട്ടണത് വരെ പറയും. കല്യാണം സുഖാണെന്ന് ആരാ പറയാം? കഴിച്ചാരും പറയുന്ന എനിക്ക് തോന്നണില്ല. കഴിക്കാത്ത ആളാ പറയാം. എത്ര കാലം പറയും? കഴിയണത് വരെ പറയും. കുട്ടി സുഖാണെന്ന് ഉണ്ടാവണത് വരെ പറയും. വീട് സുഖാണെന്ന് കെട്ടണത് വരെ പറയും. കാറ് സുഖാണെന്ന് വാങ്ങണത് വരെ പറയും. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ സുഖാണ് കയ്യിലേക്ക് കിട്ടുന്നത് വരെ. കുറച്ചു കാലം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അത് ദുഃഖമായിട്ട് മാറും, അല്ലെങ്കിൽ ആ സുഖം കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് ലൗകികമായ ഏത് സുഖങ്ങളുടെയും ഒരു അവസ്ഥയാണ്. അല്ലേ? ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. അല്ലേ? സുഖമുണ്ടോ? എനിക്ക് ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു പ്രശ്നം തോന്നണത് എല്ലാവരെയും അങ്ങ് കാണാൻ പറ്റണില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഇപ്പോൾ എന്താ ഇവിടെ ഇരിക്കുമ്പോഴുള്ള സുഖം? സുഖമുണ്ടോ? ഇവിടെ ഇരിക്കുമ്പോൾ സുഖമുണ്ടോ? അവിടെ ഇരുന്നോളൂ, അവിടെ ഇരുന്നോളൂ. നമുക്ക് നാളേക്ക് എന്തെങ്കിലും ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ് മാറ്റം വരുത്താം. അങ്ങ് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ സുഖം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുമ്പോൾ എന്താ സുഖം ഇനിയെന്ന് ചോദിച്ചാൽ, 12:45 കഴിയുമ്പോൾ ഊണ് കഴിക്കാലോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ സുഖം. ഈ ഊണ് കഴിക്കാലോ എന്നുള്ള സുഖം എത്ര സമയം ഉണ്ടാവും? ഊണ് കഴിക്കുന്ന സമയം വരെ ഉണ്ടാവും. ഊണ് കഴിച്ചു തുടങ്ങിയാൽ ഈ സുഖം കുറഞ്ഞു 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 വരും. ഇതുപോലെ ലൗകികമായ ഏത് സുഖങ്ങളും അനുഭവിക്കുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ എത്രയായാലും മതിവരാത്ത സുഖം ഏതാ ഈ ലോകത്തുള്ളത്? എത്രയാലും മതിയാകാത്ത സുഖം ഏതാ ഈ ലോകത്തുള്ളത്? ഇതാണ് ശൗനകാദികളുടെ ചോദ്യം. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ആയുസ് കലിയുഗവാസികൾക്കില്ല. കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താ? ഭാഗവതത്തിൽ പറഞ്ഞു, പ്രായേണ അല്പായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജന. കലിയുഗത്തിൻ്റെ പ്രത്യേകത ആയുസ് കുറഞ്ഞു 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 വരുന്നവരായിരിക്കും കലിയുഗത്തിലുള്ളവരെന്ന്. പണ്ടത്തെ ആൾക്കാരുടെ ആയുസ് അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവില്ല. ഇനി നമ്മളുടെ ആയുസ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവില്ല. അവരുടെ ആയുസ് അവരുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. ശരിക്കും 120 വയസ്സാണ് നമ്മൾക്ക് ആയുസ്. മനുഷ്യൻ്റെ പരമാവധി അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കിട്ടിയ ആയുസ് 120ആണ്. അതിൽ 100 വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിക്കാനും 20 വർഷം ആരോഗ്യം ക്ഷയിക്കാനുള്ള സമയമാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് 120ൻ്റെ പകുതിക്ക് നമ്മളൊരാഘോഷം വെച്ചത്. എന്താ അത്? 120ൻ്റെ പകുതിക്ക് ഈ ഭാഗത്തൊക്കെ ഇല്ലേ? ഷഷ്ടി പൂർത്തി. അപ്പോൾ പഴയ കാലത്ത് ഷഷ്ടി പൂർത്തി കഴിയുമ്പോഴാണ് പ്രായമായി വയസ്സായി എന്ന് തീരുമാനിക്കുക. എന്നാലും 100 വയസ്സ് വരെ അവരാരോഗ്യത്തോടെ ജീവിച്ചു. അല്ലേ? സെറ്റ് പല്ല് വയ്ക്കാണ്ട് ഒക്കെ പണ്ടുള്ള ആൾക്കാർ 100 വയസ്സ് വരെ ജീവിച്ചു. പക്ഷെ ഇപ്പോൾ 100 ഒന്നും എത്തുന്നില്ല.
അല്ലേ? ഇപ്പോൾ ഒരു 80-90 കുറച്ച് കാലം കഴിഞ്ഞാൽ അത് കുറയും, 60-70 ആവും, പിന്നെ 50-40 ആവും. ഭാഗവതത്തിൽ പറയുന്നു, ത്രിംശൽ വിംശതി വരുഷാണാം പരമായു കലോ നൃണാം. കലിയുഗത്തിൽ കുറേ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ മനുഷ്യൻ്റെ പരമാവധി ആയുസ് 30 വയസ്സിനുള്ളിലായി ചുരുങ്ങും എന്ന് ഭാഗവതം പറയുന്നു. അല്ലേ? കലിയുഗത്തിൽ കുറേ അങ്ങോട്ട് എത്തുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് 20-30 ഉള്ളിലായിട്ട് ചുരുങ്ങും എന്ന് ഭാഗവതത്തിൽ പറയുന്നു. അപ്പം ശരിക്കും നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ, ഇത്രയും കാലം കിട്ടിയില്ലേ? അല്ലേ? അപ്പം എന്താ ഭാഗവതം ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ആയുസ്സിൻ്റെ അടിസ്ഥാനം എന്താ? ആരോഗ്യമാണ്. അല്ലേ? ആരോഗ്യമാണ് നമ്മുടെ ആയുസ്സിനെ നിയന്ത്രിക്കുന്നത്, നിർണയിക്കുന്നത്. ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം എന്താ? ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ ഭക്ഷണം. ഇത് മൂന്നുമാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ കലിയുഗത്തിൽ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ മൂന്നും നമുക്ക് ലഭിക്കാണ്ടാവും. അല്ലേ? ശുദ്ധജലം ഇനി ഈ ലോകത്ത് നമുക്ക് കിട്ടാൻ പോണില്ല. ശുദ്ധമായ വായു ഇനി നമുക്ക് ഈ ജന്മത്തിൽ ശ്വസിക്കാൻ കിട്ടില്ല. ശുദ്ധമായ ഭക്ഷണവും ലഭിക്കില്ല. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അല്ലേ? പണ്ടൊക്കെ ജനിച്ച് കുറേ കാലം കഴിയുമ്പോഴാണ് അസുഖങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ അസുഖങ്ങളും കൊണ്ടേയാണ് നമ്മളൊക്കെ പുതിയ തലമുറയൊക്കെ ജനിക്കുന്നത്. അപ്പോൾ സർവ്വവിധത്തിലും ആയുസ് കുറയും. അപ്പോഴാണ് വേറൊരു ചോദ്യം, ആയുസ് കുറേ ഉണ്ടായിട്ട് എന്താ കാര്യം? ചില മരങ്ങളുണ്ടത്രേ, ചില മരങ്ങൾ പറമ്പിലുണ്ടാവും, ഫർണിച്ചറിനും കൊള്ളില്ല, വിറകിനും കൊള്ളില്ല, കായ പിടിക്കൂല്ല, മറ്റുള്ള മരങ്ങളെ വളരാൻ വിടുകയുമില്ല. ഇങ്ങനെ ചില മരങ്ങൾ, പടുമരങ്ങൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? തരവക്കുന്ന ജീവന്തി. അതുപോലെ കുറേ കാലം ജീവിച്ചിട്ട് കാര്യമില്ല. വിവേകാനന്ദ സ്വാമികൾ പറയുന്ന ഒരു വാക്കുണ്ട്, അനേക സമയം കരിന്തിരിയായി പുകയുന്നതിനേക്കാൾ നല്ലത് ഒരല്പനിമിഷം ജ്വലിച്ച് പ്രകാശിച്ച് ഇല്ലാണ്ടാവണതാണ്. അപ്പോൾ അത്തരത്തിൽ ആയുസ് കുറയും കലിയുഗത്തിലുള്ളവർക്ക്. ഇനി ആയുസ് കുറയും എന്നുള്ളത് പോട്ടെ, കലിയുഗത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവം എന്താ? വേദവ്യാസ മഹർഷി 5000 വർഷം മുമ്പ് ഭാഗവതത്തിൽ പറഞ്ഞു വെച്ച വാക്കാണ് മന്ദ. കലിയുഗത്തിലുള്ള ആൾക്കാരൊക്കെ മന്ദന്മാരായിരിക്കും എന്ന് ഭാഗവതത്തിൽ പറയുന്നു. എന്താ മന്ദന്മാരെന്ന് പറഞ്ഞാൽ? മന്ദന്മാരെന്ന് പറഞ്ഞാൽ മടിയന്മാർ, അല്ലേ? കലിയുഗത്തിലുള്ള ആൾക്കാരൊക്കെ മടിയന്മാരായിരിക്കും എന്ന് ഭാഗവതത്തിൽ വ്യാസൻ പറഞ്ഞു. സത്യാണോ? സത്യാണോ? എന്താ അഭിപ്രായം? അല്ലേ? എല്ലാം നമ്മളിപ്പോൾ പരമാവധി ബംഗാളികളെ കൊണ്ടും മിഷ്യനെ കൊണ്ടുമൊക്കെ ചെയ്യിക്കുന്നുണ്ട്. ഓണസദ്യ വരെ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കാൻ സൗകര്യമാക്കിയിട്ടുണ്ട്. വിഷുവിൻ്റെ കണി വരെ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മരത്തിൻ്റെ മുകളിലൊന്നും കയറണ്ട, കൊന്നൊക്കെ ഇപ്പം എപ്പോഴും കിട്ടും. ഇപ്പം ആകെ നമ്മൾ മടിയില്ലാണ്ട് ചെയ്യണ 2 കാര്യങ്ങളാണ് ഉള്ളത്. എന്ത്? ഒന്ന് അകത്തേക്ക് കഴിക്കലും, മറ്റൊന്ന് പുറത്തേക്ക് കളയലും. ഇത് രണ്ടും ഇപ്പോൾ വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്യണം. അത്ര മടിയന്മാരാ, അല്ലേ? അപ്പോൾ മന്ദ സുമന്ദമതയ. പിന്നെ വ്യാസം പറഞ്ഞു കലിയുഗത്തിലുള്ള ആൾക്കാര് മന്ദമതികളായിരിക്കുന്ന. മതി എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ ഉപ്പുമാവ് വിളമ്പുമ്പോൾ മതി 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 മതി, ആ മതിയല്ല. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. അപ്പോൾ മന്ദമതി എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി. അപ്പോൾ വ്യാസൻ പറയുന്നു കലിയുഗത്തിലുള്ള ആൾക്കാരൊക്കെ മന്ദബുദ്ധികളായിരിക്കും. അപ്പം മന്ദബുദ്ധി എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കരുത് ബുദ്ധിയില്ലാത്ത ആൾ എന്നല്ല അർത്ഥം. പിന്നെയോ ബുദ്ധിയുണ്ട്, പക്ഷെ അത് പതുക്കെ വരുള്ളൂ. അതാണ് മന്ദബുദ്ധി. ബുദ്ധിയൊക്കെ ഉണ്ട്, അത് നല്ല രീതിയിൽ വരുമ്പോഴേക്കും സമയം അങ്ങ് കഴിഞ്ഞിട്ടുണ്ടാവും.
ഇനി ഭാഗവതം വായിക്കാം എപ്പോഴാ തോന്നുക അറിയോ? ഭാഗവതം വായിക്കാൻ എപ്പോഴാ തോന്നുക അറിയോ? 4 തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ കഴിയുമ്പോഴാണ് ഭാഗവതം വായിച്ചാലോ എന്ന് തോന്നുക. ഭാഗവതം കേൾക്കാം എപ്പോഴാ തോന്നുക അറിയോ? വെടിക്കെട്ട് നടക്കുക അപ്പുറത്ത്. വെടിക്കെട്ട് നടക്കുമ്പോൾ ഇയാള് ചെവി പിടിച്ച് ഇങ്ങനെ എത്തിടുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തേ? അല്ല, ഗണപതി ഹോമാണോ എന്ന് വെച്ചിട്ടാ. അപ്പോഴാണ് ഇനി ഭാഗവതം കേൾക്കാം എന്ന് തോന്നുക. അപ്പോൾ ഭാഗവതം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈശ്വരീയമായ കാര്യങ്ങൾക്കൊക്കെ പോകേണ്ട സമയം ഭാഗവതത്തിൽ തന്നെ 2 കുട്ടികളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശ്വരനെ സേവിക്കാൻ ഏറ്റവും പറ്റിയ സമയം കുട്ടിക്കാലമാണ്. അങ്ങനെ 2 കുട്ടികൾ നമുക്ക് ഭാഗവതത്തിലുണ്ട്. ആരൊക്കെയാ അവര്? ധ്രുവനും പ്രഹ്ലാദനും. അതിൽ പ്രഹ്ലാദൻ പറയുന്ന വാക്കാണ് കൗമാര ആചരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. ഭഗവാനെ സേവിക്കാൻ ഏറ്റവും നല്ല പ്രായം കൗമാരം, മാരന്റെ ചാപമേൽക്കാത്ത ചെറിയ പ്രായം. ലൗകികമായ ദുഷിച്ച ചിന്തകളൊന്നും ഉള്ളിലേക്ക് കടക്കാത്ത കുട്ടിക്കാലം. ആ സമയത്ത് ഭക്തി പെട്ടെന്ന് ഉറയ്ക്കും. കുട്ടിക്കാലത്ത് ഭാഗവതം കേൾക്കാന്ന് പറഞ്ഞാൽ ഒന്നിട്ടിട്ട് പൂജ്യം പോലെയും, വയസ്സായിട്ട് ഭാഗവതം കേൾക്കുക എന്ന് പറഞ്ഞാൽ കുറേ പൂജ്യം കഴിഞ്ഞിട്ട് ഒന്നിടണ പോലെയാ. വില വ്യത്യാസമുണ്ട്. ഒന്നിട്ടിട്ട് പിന്നെ പൂജ്യം ഇട്ടാലുണ്ടല്ലോ, ഓരോ പൂജ്യത്തിനും ഇരട്ടിയാണ് വില. പൂജ്യത്തിൻ്റെ ഇപ്പുറത്ത് 100 പൂജ്യം ഇട്ടിട്ട് കാര്യമുണ്ടോ? ഒന്നിൻ്റെ ഇപ്പുറത്ത്? ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവണില്ലേ? ഒന്നിൻ്റെ ഇടതുഭാഗത്ത് 100 പൂജ്യം ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. വലത്തുഭാഗത്തേക്ക് എത്തുമ്പോൾ 1 പൂജ്യത്തിന് വിലയുണ്ട്. 2 പൂജ്യമാകുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി വിലയാ. അപ്പൊ കുട്ടിക്കാലത്ത് വേണം ഭാഗവതം കേൾക്കാൻ. പക്ഷേ വ്യാസമഹർഷി തന്നെ പറഞ്ഞു, കലിയുഗത്തിൽ മന്ദമതികളായിരിക്കും എന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും ഭാഗവതം കേൾക്കാൻ പോവില്ല. ഇപ്പൊ കുട്ടികളുണ്ടോ ഭാഗവതം കേൾക്കാൻ? കുട്ടികളുണ്ടോ ഭാഗവതം കേൾക്കാൻ? അവരെവിടെയെങ്കിലും മൊബൈലും കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ അത്യാവശ്യം കുട്ടികൾ വരുന്നത്, ഭാഗവതം കേൾക്കാൻ വരുന്നത് ചില സ്ഥലത്തൊക്കെ 3-4 കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് ഭാഗവതം കേൾക്കാൻ. നാരായണൻകുട്ടി, കൃഷ്ണൻകുട്ടി, കല്യാണിക്കുട്ടി, മീനാക്ഷിക്കുട്ടി എന്നല്ലാണ്ട് മറ്റു കുട്ടികളൊന്നും ഇപ്പോൾ ഭാഗവതത്തിന് വരുന്നില്ല. അപ്പോൾ മാരന്റെ ചാപമേൽക്കാത്ത കൗമാരപ്രായത്തിൽ കുട്ടിക്കാലത്ത് ഭഗവാനെ സേവിക്കണം. പക്ഷെ മന്ദമതയ, വളരെ വൈകിപ്പോവും ഇവരെന്ന. ഇപ്പൊ ഭാഗവതം തുടങ്ങിയ ഈ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയതായ ഗ്രന്ഥങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യജന്മത്തെ എങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഗ്രന്ഥങ്ങളാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്ന ഗ്രന്ഥം മനുഷ്യജന്മം അവസാനിക്കുമ്പോൾ അല്ല വായിക്കേണ്ടത്, തുടങ്ങുമ്പോഴാണ്. 95-ാം വയസ്സിൽ മനുഷ്യജന്മം ഭംഗിയാക്കാൻ എന്ത് വേണം എന്ന് വായിച്ചാൽ ഇയാൾ പിന്നെ ഇത് എപ്പോഴാണ് ഭംഗിയാക്കുക? നേരെ മറിച്ച് കുട്ടിക്കാലത്താണെങ്കിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ സമയമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ടിവിയോ ഫ്രിഡ്ജോ ഒക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു കാറ്റലോഗ് കിട്ടുമല്ലോ, ഒരു കാറ്റലോഗ് പുസ്തകം. ആ കാറ്റലോഗിൽ ഉണ്ടാവും കൃത്യമായിട്ട് അതെങ്ങനെ കണക്ട് ചെയ്യണം, എത്ര വോൾട്ടേജിൽ പ്രവർത്തിപ്പിക്കണം, എങ്ങനെ അതിൻ്റെ സ്വിച്ച് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാറ്റലോഗിൽ പറയുന്നത് പോലെ നമ്മൾ ഈ ടി വി അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഉപയോഗിച്ചാൽ നമുക്ക് ആ മിഷ്യൻ്റെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ പരിപൂർണമായ റിസൾട്ട് കിട്ടും. അപ്പം ശരിക്കും കാറ്റലോഗ് എപ്പോൾ ഉപയോഗിക്കണം? ടി വി ഉപയോഗിക്കുന്നതിന് മുമ്പാണോ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണോ? ടി വി എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് പറയുന്ന പുസ്തകം ടി വി പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞിട്ടാണോ നോക്കേണ്ടത്, അല്ല അതിന് മുമ്പാണോ നോക്കേണ്ടത്? മുമ്പാണ്. അങ്ങനെ
അതിൽ പറയുന്നത് പോലെ നമ്മൾ ടി വി ഉപയോഗിച്ചാൽ ടി വി ഒരു കേടും വരില്ല. പക്ഷെ നമ്മൾ ഈ പുസ്തകം എപ്പോഴാണ് നോക്കുക? ടി വിക്ക് വല്ല കേടും വരുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കുക, ഇതിൻ്റെ ഒപ്പം ഒരു പുസ്തകം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. ഇതുപോലെ ഭാഗവതവും ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ നമ്മുടെ ഋഷീശ്വരന്മാര് മനുഷ്യജന്മം ഭംഗിയായി ഉപയോഗിക്കാൻ നമുക്ക് ഉപദേശിച്ചു തരുന്ന കാറ്റലോഗുകളാണ്. അത് കേടാവുന്നതിന് മുമ്പേ നമ്മൾ പഠിക്കേണ്ട ഗ്രന്ഥങ്ങളാണ്. അതൊന്നും കലിയുഗവാസികളായ ആൾക്കാർക്ക് സാധിക്കില്ല. കുറേ പ്രായമായിട്ടാവും ഇവരൊക്കെ ഭഗവാനെ സേവിക്കാൻ പുറപ്പെടുക. ഇപ്പം വേദവ്യാസ മഹർഷി ഞങ്ങളെപ്പോലെയുള്ള ആചാര്യന്മാരോട് ഒരു രഹസ്യം പറയുന്നു. എന്താ അറിയോ? ഈ പ്രായമായി ഭാഗവതത്തിന് മുൻപിലേക്ക് വരുന്ന ആൾക്കാരെ നിങ്ങൾ ആചാര്യന്മാർ കുറ്റം പറയണ്ട. എന്തേ? ആകെ ഇപ്പം 4 ആൾക്കാരെ വരെ ഉള്ളൂ. അവരെയും കൂടെ കുറ്റം പറഞ്ഞ് അവരെണീറ്റ് പോയാൽ പിന്നെ കസേര മാത്രമേ മുമ്പിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ വന്ന ആൾക്കാരെ നിങ്ങൾ ഒന്ന് നന്നായി സുഖിപ്പിച്ചോളൂ എന്ന് പറയുമ്പോഴാണ് ഞങ്ങളെപ്പോലെയുള്ള ആചാര്യന്മാർ പുണ്യശാലികളെ, ഭാഗ്യശാലികളെ, നിങ്ങളൊക്കെ എന്ത് പുണ്യം ചെയ്തവരാട്ടോ എന്ന് വെറുതെ പറയാം. അപ്പോൾ ശരിക്കും ചെറിയ പ്രായത്തിൽ വേണം ഭാഗവതം കേൾക്കാൻ. അത് സാധിച്ചില്ല, പോട്ടെ. വളരെ പ്രായമായിട്ടെങ്കിലും ഭാഗവതത്തിന് മുൻപിലേക്ക് എത്തി അതിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ? മന്ദഭാഗ്യ അല്ലേ. ഭാഗവതം പറയാണ്, ഭഗവാന്റെ മുൻപിലേക്ക് എത്തിയാലും ഭഗവാനെ സേവിക്കാൻ ഭാഗ്യമുണ്ടാവില്ല കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് അല്ലേ. ഭാഗ്യം കുറയും. മുൻപിൽ കിട്ടിയാലും ഉപയോഗിക്കാൻ പറ്റാത്തതിനെയാണ് നിർഭാഗ്യം എന്ന് വിളിക്കുക. ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളത്ത് നടക്കുക. ഗുരുവായൂര് ഏകാദശിക്ക് ഭഗവാൻ പൊന്നിൻ തിടമ്പായിട്ട് ശീവേലി എഴുന്നള്ളുകയാണ് ആനപ്പുറത്ത്. എല്ലാവരും ഗുരുവായൂരപ്പനെ കണ്ട് ഗുരുവായൂരപ്പ 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 എന്ന് വിളിക്കുമ്പോൾ ഒരുത്തൻ അടുത്തിരിക്കണ കൂട്ടുകാരനോട് പറയുക, ആ ആനയുടെ വാല് നോക്കൂ, തീരെ രോമില്ല. എന്ത് ചെയ്യും? ആ പാപ്പാൻ പൈസ കൊടുത്തിട്ട് അത് വിൽക്കണുണ്ടോ എന്നാണ് എനിക്ക് സംശയം അല്ലേ. അപ്പം ഇത്രയും ആൾക്കാർ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുമ്പോൾ ഒരുത്തൻ ആനയുടെ വാല് നോക്കണമെങ്കിൽ മന്ദഭാഗ്യ, അതാണ് ഭാഗ്യഹീനത. ഇതുപോലെ ഭഗവാന്റെ കഥകൾക്ക് മുൻപിലേക്ക് എത്തിയാലും ഭാഗവതത്തിന് മുൻപിലേക്ക് എത്തിയാലും ആ ഭഗവത് കഥകളിലേക്ക് ശ്രദ്ധ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് കലിയുഗവാസികൾക്ക്. ഏതായാലും ഞങ്ങൾക്ക് ഒരാഗ്രഹം, ഭഗവാന്റെ മഹിമ മുഴുവനായിട്ട് ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഉഗ്രശ്രവസ് എന്ന ആചാര്യൻ തൻ്റെ ഗുരുനാഥനായ വ്യാസപുത്രൻ ശുഗബ്രഹ്മ ഋഷിയെ നമസ്കരിച്ചുകൊണ്ട് ശൗനകാദി യോഗീശ്വരന്മാരെ അനുമോദിച്ചുകൊണ്ട് അല്ലേ. കാരണം ഭഗവാനെക്കുറിച്ച് കേൾക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ. ഈ ലോകത്തിൽ കേൾക്കാനും പറയാനും വേണ്ടാത്ത പല കാര്യങ്ങളും ധാരാളമുണ്ട് എന്നിരിക്കെ ഭഗവാനെക്കുറിച്ച് കേൾക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ. നല്ല കാര്യം, നല്ല കാര്യം എന്ന് അനുമോദിച്ചുകൊണ്ട് സൂതൻ പറഞ്ഞു, എൻ്റെ ഗുരുനാഥനായ ശുഗബ്രഹ്മ ഋഷി ഗംഗാതീരത്ത് വെച്ച് പരീക്ഷിത്ത് മഹാരാജാവിന് 7 ദിവസങ്ങളെ കൊണ്ട് ഭാഗവതം പാടിക്കൊടുത്തു. അന്ന് അവിടെ ഇരുന്ന് കേട്ട എനിക്ക് അതേ രൂപത്തിൽ ആ ഭാഗവതം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അതുകൊണ്ട് സോഹംവശ്രാവയിഷ്യാമി യഥാധീതം യഥാമതി, എന്നാലാവും വിധം ആ ഭാഗവത കഥകളെ ഹേ ശൗനകാദികളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ശൗനകാദികൾക്കൊരു സംശയം. ആരാണ് ഭാഗവത് എഴുതിയത്? എപ്പോഴാ ഭാഗവത് എഴുതിയത്? എന്തിനു വേണ്ടിയാ ഭാഗവത് എഴുതിയത്? ആര് പറഞ്ഞിട്ടാണ് ഭാഗവത് എഴുതിയത്? കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാക്കേന ഹേതുനാ കുതഃ സംജോതിത കൃഷ്ണ ഏതദാഖ്യാഹി മേ ഗുരോ.
എന്ന് ഭാഗവതത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പിന്നീട് ഭാഗവത ഉൽപ്പത്തി എന്ന പ്രകരണം വർണ്ണിക്കുന്നത്. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിലായിട്ട് പരാശരന്റെയും സത്യവതിയുടെയും പുത്രനായി ഭഗവാൻ വ്യാസൻ എന്ന പേരിൽ അവതരിച്ചു. എന്തിനാ ഭഗവാൻ അവതരിച്ചത്? നമുക്കറിയാം, അവതാരത്തിൻ്റെ ലക്ഷ്യം യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, അല്ലേ? ധർമ്മത്തിന് എപ്പോഴാണോ കുറവ് സംഭവിക്കുന്നത് അപ്പോഴാണ് ഭഗവാന്റെ അവതാരം. അപ്പോൾ ധർമ്മത്തെ ഉയർത്താനായി ഭഗവാൻ വ്യാസൻ എന്ന പേരിൽ അവതരിച്ചു. വ്യാസൻ ധർമ്മത്തെ ഉയർത്താൻ വേണ്ടി എന്താ ചെയ്തത്? വേദങ്ങളെ 4 ലോകത്തിന് വിന്യസിച്ച് നൽകി. ശരിക്കും വേദം ഒന്നേ ഉള്ളൂ. പക്ഷേ ഒരു മനുഷ്യജന്മം കൊണ്ട്, ഒരു മനുഷ്യായുസ് കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നതല്ല വേദം, അല്ലേ? ഇപ്പോൾ കട്ടിയുള്ള പുസ്തകങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 3 or 4 വോളിയമായിട്ട് ബൈൻഡ് ചെയ്യണില്ലേ? അതുപോലെ വേദം ഈ ലോകത്തിൽ നിലനിർത്താനായിട്ട് വ്യാസൻ സ്വീകരിച്ച ഒരു ഉപായമാണ് വേദത്തെ 4 പകുക്കുക. അപ്പോൾ ലോകത്തിൽ നിലനിൽക്കും. അങ്ങനെ ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം എന്നിങ്ങനെ 4 വേദത്തെ വിന്യസിച്ചു. അതോടുകൂടി വ്യാസന് വേദവ്യാസൻ എന്ന് പേരുണ്ടായി. വേദവ്യാസ മഹർഷി തൻ്റെ 4 പ്രമുഖരായ ശിഷ്യന്മാരിൽ കൂടിയിട്ട് ഈ 4 വേദങ്ങളെയും ലോകത്തിൽ വേണ്ടതുപോലെ പ്രചരിപ്പിച്ചു. പക്ഷേ വേദം പഠിക്കാൻ എല്ലാവരും തയ്യാറായില്ല. കാരണം വേദം പഠിക്കണമെങ്കിൽ അതിനൊരു സംസ്കാരം, അതിനൊരു സ്വഭാവം ആവശ്യമാണ്. ഇപ്പം ഏത് കാര്യത്തിനും അതിൻ്റേതായ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ടാവും. താല്പര്യം ഒക്കെ ഉണ്ടാവുന്നത് ഈ സംസ്കാരത്തിൽ നിന്നാണ്, അല്ലേ? ഇപ്പം ഭാഗവതം ഇരുന്ന് കേൾക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്തരത്തിലുള്ളൊരു സംസ്കാരം വേണം. അല്ലാത്ത ഒരാളെ, ഇപ്പം ഭാഗവതം കേൾക്കാൻ ഇതൊന്നും തീരെ താല്പര്യമില്ലാത്ത ഒരാളെ നിങ്ങൾ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി എന്ന് തന്നെ വിചാരിക്കുക, എന്തായിരിക്കും അയാളുടെ അവസ്ഥ? അല്ലേ? 11 മണിയായിട്ടുള്ളൂ, ഇനിയിപ്പോൾ എത്ര സമയം വേണോ എന്തോ, ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള നാമം ജപവും ഭാഗവും. അയാൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നും. അപ്പോൾ ഓരോ കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് അതിൻ്റേതായ സംസ്കാരം. ഇപ്പം സംഗീതത്തോട് താല്പര്യമില്ലാത്ത ഒരാളെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തിയാലോ, അല്ലേ? അപ്പോൾ പാചകത്തോട് താല്പര്യമില്ലാത്ത ഒരാളെ പാചകം ഏൽപ്പിച്ചാലോ? അപ്പം ഏത് കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും ആ കാര്യം നമ്മുടെ ഉള്ളിലൊരു സംസ്കാരമായിട്ടുണ്ടാവണം. ഒരു നാമം ജപിക്കണമെങ്കിൽ വരെ നമ്മുടെ ഉള്ളിലൊരു സംസ്കാരം ആവശ്യമാണ്. ചില സ്ഥലത്തൊക്കെ സപ്താഹത്തിന് ഞങ്ങൾ പോകുമ്പോൾ ഈ അമ്പലത്തിലെ അമ്മമാരുണ്ടാവുമല്ലോ, മാതൃസമിതി എന്ന് പറഞ്ഞിട്ട്, ആ അമ്മമാരെ, ഞങ്ങളെ ആചാര്യന്മാരെ വന്ന് കണ്ടിട്ട് പറയും, ഇവിടെ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച വൈകുന്നേരം കുറച്ച് സമയം നാമം ജപമുണ്ട്. തുടങ്ങുമ്പോൾ ഒരു 300 ആളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും പ്രസിഡൻറ്റും മാത്രമേ ഉള്ളൂ. പ്രസിഡന്റ് വന്നാൽ ഞാൻ പോവും, ഞാൻ വന്നാൽ പ്രസിഡൻറ്റും പോവും. ഇങ്ങനെ 2 ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരുമേനി ആചാര്യൻ ഈ പ്രഭാഷണത്തിനിടയിൽ നാമം ജപിക്കാൻ എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾ വന്നാലോ? അപ്പം ഞങ്ങൾ ഈ സപ്താഹം തീരണ ദിവസം, അല്ലേ, ഇന്നത്തെ പോലൊന്നും ആവില്ല, 7ാം ദിവസം ആകുമ്പോഴേക്ക് നിങ്ങൾക്കൊക്കെ വല്ലാണ്ട് ഭക്തി അങ്ങ് കൂടും. ഞങ്ങൾ ഭാഗവത പനി എന്നാണ് ഇതിനെ പറയുക. എന്താ ഭാഗവത പനി എന്ന് പറഞ്ഞാൽ? തീരുന്ന ദിവസമാകുമ്പോൾ തോന്നും കുറച്ചും കൂടി ഭാഗവതം കേൾക്കാമായിരുന്നു, നാമം ജപിക്കായിരുന്നു എന്നൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പോയിക്കോളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ 7ാം ദിവസം തീരുമ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്യും, ഇവിടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം കുറച്ച് നാമം ജപമുണ്ട്, നിങ്ങളൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച 500 ആളുണ്ടാവും. പക്ഷെ പിറ്റേത്തെ കൊല്ലം ഞങ്ങൾ പോകുമ്പോഴേക്കും
സെക്രട്ടറിയും പ്രസിഡൻറ്റും പിന്നെയും ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ നാമം ജപിക്കണമെന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ടായില്ല, അത് ജപിക്കാനുള്ള ഒരു സംസ്കാരം ഉണ്ടാവണം. അപ്പം ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ഒരു സംസ്കാരം. ഇപ്പം സംഗീതം എല്ലാവർക്കും പഠിക്കാം അല്ലേ? ഇന്ന് ആൾക്കാർ പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷെ എല്ലാവരും സംഗീതം പഠിക്കാൻ പോവുമോ? ഇല്ല. പോയാൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ? ഇല്ല. പഠിക്കാത്ത എത്രയോ ആൾക്കാർ സംഗീതത്തിൽ ഉയർന്നിട്ടില്ലേ? ഉണ്ട് അല്ലേ? ഇപ്പം 2 കൊല്ലം മുമ്പാ മറ്റാണല്ലോ പാലക്കാട് ഭാഗത്തൊരു നഞ്ചിയമ്മ അല്ലേ, ഒരു മുത്തശ്ശിക്ക് നാഷണൽ അവാർഡ് കിട്ടി. അവർ ശ്രുതിപ്പെട്ടിയൊക്കെ വെച്ച് സാപ്പാസയൊക്കെ പാടിയിട്ടാണോ? അവരോട് പോയിട്ട് ശ്രുതി ടെമ്പോ എന്നൊന്നും പറഞ്ഞാൽ അവർക്കറിയൊന്നുമില്ല. അവർക്ക് പ്രകൃതി കൊടുത്ത ഒരു സംസ്കാരം ആ സംഗീതം. ഇതുപോലെ ഏതൊരു കാര്യത്തിനും ആദ്യം നമ്മുടെ ഉള്ളിൽ അതിനുള്ളൊരു സംസ്കാരം ഉണ്ടാവണം. ആ സംസ്കാരമുള്ളവർക്കാണ് വേദം എന്നുള്ളത് അതിൻ്റേതായ ധർമ്മമായിട്ട് എടുക്കാൻ സാധിക്കുക. ഇതെല്ലാവർക്കും സാധിച്ചില്ല എന്ന് മാത്രമല്ല, വേദത്തിൻ്റെ സ്വഭാവം ഒരു പ്രഭുവിനെ പോലെ ആജ്ഞാപിക്കലാണത്രേ. വേദം യജമാനനെ പോലെ ആജ്ഞാപിച്ചു കൊണ്ടിരിക്കും. വേദത്തിലെ എല്ലാ വാക്കുകളും ആജ്ഞയാണ്. നീ അത് ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ അല്ലേ? ഈ ലോകത്തിൽ നമുക്ക് തീരെ പിടിക്കാത്ത സാധനം എന്താ? ഈ പറഞ്ഞതാ. ആരെങ്കിലും നമ്മളോട് വന്നിട്ട് ആജ്ഞാപിച്ചാൽ ഇവൻ ആരാ എന്നോട് ആജ്ഞാപിക്കാൻ എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വേദത്തോട് ലോകം ചെറിയൊരു വിമുഖത കാണിച്ചു. അപ്പം വ്യാസന് തോന്നി ഒരു കാര്യം ചെയ്യാം, വേദത്തിലെ ഈ ചവർപ്പുള്ള ഉപദേശങ്ങളും കയ്പുള്ള ആജ്ഞയുമൊക്കെ സാധാരണക്കാർക്ക് എത്തിക്കാൻ ഒരു വഴി. എന്താ അത് വഴി? മധുരമുള്ള കഥകളെ കൊണ്ട് മൂടുക അല്ലേ? നമ്മൾ ചെറിയ കുട്ടികൾക്ക് കയ്പുള്ള മരുന്നൊക്കെ കൊടുക്കാൻ ഒരു കയ്യിൽ പഞ്ചസാര പിടിക്കും, മറ്റേ കയ്യിൽ മരുന്ന് പിടിക്കും. മരുന്ന് ഇവൻ്റെ വായയിലേക്ക് ഒഴിച്ച് കയ്പ് വായയിൽ അറിയുമ്പോഴേക്കും നമ്മൾ പഞ്ചസാര തട്ടും അല്ലേ? ഇതുപോലെ വ്യാസൻ എന്ത് ചെയ്തു? പുരാണങ്ങളുണ്ടാക്കി പല പല കഥകളിൽ കൂടിയിട്ട് ഭക്തന്മാരുടെ ഹൃദയത്തിൽ ആ പരമതത്വത്തെ ബോധിപ്പിച്ചു. അപ്പൊ പുരാണങ്ങൾ ഉണ്ടാക്കുമ്പോഴും കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്നറിയോ? സുബ്രഹ്മണ്യനെ ആരാധിക്കുന്ന ഭക്തന്മാരുടെ മുമ്പിൽ പോയിട്ട് മഹാവിഷ്ണുവാണ് കേമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവോ? വിഷ്ണുവിനെ ആരാധിക്കുന്ന ഭക്തന്മാരുടെ മുൻപിൽ പോയിട്ട് ശിവനാണ് കേമെന്ന് പറഞ്ഞാൽ ഇഷ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാവർക്കും പുരാണങ്ങൾ ഉണ്ടാക്കി. എന്താ? ശിവപുരാണം ഉണ്ടാക്കി, പിന്നെ പത്മപുരാണം ഉണ്ടാക്കി, വായുപുരാണം, അഗ്നിപുരാണം, സ്കന്ദപുരാണം. ഇങ്ങനെ നിങ്ങൾക്ക് ആരാധ്യ ദേവത ഏതാണോ അതിൽ അവരെ ഉയർത്തിപ്പാടി. അപ്പോൾ ഒരു പുരാണം നോക്കുമ്പോൾ ആ പുരാണത്തിൽ ഒരു ദേവതയാണ് ഏറ്റവും വലുത്. ശിവപുരാണം നോക്കുമ്പോൾ നമുക്ക് തോന്നും മഹാദേവനാണ് ഏറ്റവും വലുത്. മഹാദേവന്റെ കീഴിലാണ് ഈ പറഞ്ഞ ത്രിമൂർത്തികളിൽ ബാക്കിയുള്ളവരെല്ലാവരും. എന്നാൽ വിഷ്ണു പുരാണത്തിലെ മഹാവിഷ്ണുവാണ് വലുത്. ദേവീ ഭാഗവതത്തില് ദേവിയെ ഇഷ്ടമുള്ള ആൾക്കാർ വായിക്കുമ്പോൾ അവിടെ ദേവിയെ വലുതാക്കി പറയണം അല്ലേ? കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി. മഹാമായയുടെ ജഗദംബികയുടെ കയ്യിലെ 10 വിരലിലെ 10 നഖങ്ങളുടെ പ്രകാശത്തിൽ തട്ടിയിട്ടാണ് ഭഗവാൻ 10 അവതാരം എടുത്തത് അത്രേ. ആലോചിച്ചു നോക്കൂ, മഹാവിഷ്ണുവിന് 10 അവതാരം എടുക്കാൻ ദേവിയുടെ വിരലിൻ്റെ നഖത്തിൻ്റെ പ്രകാശം കൊണ്ട് സാധിച്ചു എന്ന്. അപ്പോൾ മഹാമായയുടെ മഹാത്മ്യം എത്രയുണ്ട്? ഇത് പോയിട്ട് വിഷ്ണുവിൻ്റെ ഭക്തന്മാരുടെ മുമ്പിൽ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല. ഇങ്ങനെ പലതരം പുരാണങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിൽ അധികം വിഷമമുണ്ടായി. ഒരു പുരാണത്തിൽ പറയണതിന് വിരോധമായിട്ട് വേറൊന്നിൽ പറയുന്നു. ഇങ്ങനെ കഥകളിൽ കുടുങ്ങിപ്പോയി ആൾക്കാർ.
അപ്പോൾ എന്തിനാ ഈ പുരാണങ്ങളിലൊക്കെ കഥകൾ പറയണതെന്ന് വെച്ചാൽ നമ്മളിലേക്ക് ഒരു തത്വം അല്ലേ, അതിൻ്റെ ഒരു സാരം എത്തിക്കാനാണ്. അല്ലാണ്ട് ഈ കഥയിൽ വലിയ കാര്യമായിട്ട് നമ്മൾ കുടുങ്ങിപ്പോയാൽ വിഷമാവും. ഈ കഥ കൊണ്ട് നമ്മൾ എത്തിക്കേണ്ട അല്ലെങ്കിൽ എത്തേണ്ട ഒരു തത്വമുണ്ട്. ആ പരമതത്വത്തിലേക്ക് നമ്മൾ എത്തലാണ് ലക്ഷ്യം. അല്ലാണ്ട് കഥയിൽ നമ്മൾ വല്ലാണ്ട് കുടുങ്ങിക്കിടക്കരുത് അല്ലേ. കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കേട്ട ഒരു കഥയുണ്ട്, ആമയും മുയലും പന്തയം വെച്ചു. കേട്ടിട്ടില്ലേ നിങ്ങൾ? ആമയും മുയലും പന്തയം വെച്ചു. അപ്പോൾ ഒരാൾ ചോദിക്കുക, ഏത് കൊല്ലാ പന്തയം വെച്ചത്? ഏത് കാട്ടിലായി പന്തയം വെച്ചത്? ഈ ആമ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആ കഥയുടെ താല്പര്യം എന്താ? അമിതമായ ആത്മവിശ്വാസം, അഹങ്കാരം, അത് ആപത്താണ് എന്ന് ഒരു സാരം നമ്മളിലേക്ക് എത്തിക്കാനാണ് ആമയും മുയലും പന്തയം വെച്ചു എന്നുള്ള കഥ. അല്ലാണ്ട് എത്രാമത്തെ കൊല്ലാണ് പന്തയം വെച്ചതെന്നൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. ആ സാരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കഥയെ നമുക്ക് വിടാം. ഇതുപോലെ പുരാണങ്ങളിലെ കഥകളല്ല, ആ കഥകളിൽ നിന്നെല്ലാം നമുക്ക് തരുന്ന ഉപദേശമാണ് ഏറ്റവും പ്രധാനം. അപ്പം എന്തായി? പുരാണ പാരായണങ്ങൾ ആരംഭിച്ചു വ്യാസമഹർഷി. നോക്കുമ്പോൾ ഈ പുരാണ പാരായണത്തിന് വരുന്നതൊക്കെ അധികവും വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. വേദവ്യാസം വിചാരിച്ചു, ഇതെന്താ ഈ നാട്ടിൽ ചെറുപ്പക്കാരൊക്കെ കുറവാണോ? ഇതെന്താ ഈ പ്രായമായ ആൾക്കാർ മാത്രം വരുന്നത് എന്ന് വിചാരിച്ച് വ്യാസമഹർഷി കുറച്ച് ചെറുപ്പക്കാരോട് പോയി ചോദിച്ചു അല്ലേ. വേദവ്യാസനെ കണ്ടപ്പോൾ ചെറുപ്പക്കാരൊക്കെ ബഹുമാനിച്ചു എന്നാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല ബഹുമാനമാണ് എല്ലാവരോടും അല്ലേ? അല്ലാന്നോ? ഞാൻ സമ്മതിക്കൊന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവരെയും ബഹുമാനം. എന്തേ? എപ്പോഴും തലതാഴ്ത്തിയിട്ടാണ്ടാവുക. അങ്ങനെ എല്ലാവരെയും തലതാഴ്ത്തി ബഹുമാനിക്കുന്നതായ ആ കുട്ടികളോട് വ്യാസമഹർഷി ചോദിച്ചു, എന്തിനാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അവിടെ പോയി കുറച്ച് പുരാണം കേട്ടൂടെ? അപ്പോൾ ആ കുട്ടികൾ പറയുന്നത്, ഏയ് പുരാണം എന്ന് പറയണത് ഞങ്ങൾക്ക് പറഞ്ഞ പരിപാടിയല്ല. കാരണം എന്താ? അത് പഴയ കാലത്ത് നടന്ന കഥ. എഴുതിയത് ഏതോ ഒരു പഴയ സന്യാസി. അത് പറയുന്നത് അതിനേക്കാൾ പഴഞ്ചനായിട്ടുള്ള ഒരാള്. അപ്പൊ പിന്നെ അത് കേൾക്കാൻ ആരാ പോണ്ടത് അല്ലേ? പഴയ കാലത്ത് എഴുതിയ പഴയ കാലത്തെ കഥ പഴഞ്ചനായിട്ടുള്ള ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാൻ പഴയ ആൾക്കാർ വേണം പോവാൻ. അല്ലാണ്ട് ഞങ്ങളെ പോലെയുള്ള ന്യൂ ജൻ എന്തിനാ അങ്ങോട്ട് പോകേണ്ട ആവശ്യം? ഏയ് അത് ഞങ്ങൾക്ക് പറഞ്ഞ പരിപാടിയല്ല. അപ്പൊ പുരാണം എന്ന് കേട്ടാൽ എല്ലാവർക്കും ഒരു ധാരണ വന്നു. എന്താ അറിയോ? പുരാണം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രായമായ ആൾക്കാർക്ക് വീട്ടിൽ സ്വൈര്യവും സമാധാനവും കിട്ടാണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് വീട്ടുകാർക്ക് സമാധാനം കിട്ടാണ്ടിരിക്കുമ്പോൾ നടത്തുന്ന പരിപാടിയാണ് എന്നൊരു ധാരണ വന്നു. ഒരു തരത്തിൽ ശരിയാണ് അല്ലേ? ഒരു ചില സ്ഥലത്തൊക്കെ ചില നാട്ടിലൊക്കെ സപ്താഹയജ്ഞം നടക്കുമ്പോഴാണ് ആ നാട്ടിലെ മക്കൾക്കൊക്കെ സമാധാനം കിട്ടുക. മനസ്സിലായിട്ടില്ല? ചില നാട്ടിലൊക്കെ സപ്താഹം നടക്കുമ്പോഴാണ് ആ നാട്ടിലെ മക്കൾക്കൊക്കെ സമാധാനം കിട്ടുക. എന്തേ? ഈ വയസ്സന്മാരൊക്കെ അമ്പലത്തിൽ പോയിക്കോളുമല്ലോ. അപ്പൊ 7 ദിവസത്തേക്ക് സമാധാനം കിട്ടും. ഇവിടെ വ്യാസമഹർഷി അത്ഭുതപ്പെട്ടു. കാരണം പുരാണം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുപോലും അറിയാതെയാണ് ഇവരൊക്കെ പുരാണത്തെ വിമർശിക്കുന്നത്. പുരാണം എന്ന് വെച്ചാൽ എന്താ? പുരാ അപി നവം ഇതി പുരാണം. പുരാ അപി പഴയതാണെങ്കിലും നവം പുതിയതായി നിൽക്കുന്നതിനെയാണ് പുരാണം എന്ന് വിളിക്കുക. നവം എന്ന് പറഞ്ഞാൽ പുതിയത്. 9 എന്നും അർത്ഥമുണ്ട്. 9 എന്നുള്ള സംഖ്യയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ 9 എന്നുള്ള സംഖ്യയുടെ പ്രത്യേകത അറിയോ? 9 എന്നുള്ള സംഖ്യയുടെ പ്രത്യേകത അതെപ്പോഴും 9 ആയിരിക്കും അല്ലേ? 9 9 18. 18 എന്ന് പറയുമ്പോൾ 8 1 അത് കൂട്ടിയാൽ 9, പിന്നെ 9 കൂട്ടിയാൽ 27, 2 7 9, പിന്നെ 36 3 6 9. ഇങ്ങനെ ബാക്കി നിങ്ങൾ കൂട്ടിക്കോളൂ. പറഞ്ഞു വരുന്നത്
എപ്പോഴും 9 എന്നുള്ള സംഖ്യ നവമാണ്, അതുകൊണ്ടാണ് ആ പേരിട്ടത്. ഇവിടെ സർവവിധത്തിലും പുരാണങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ പുരാ അഭിനവം, എന്നും പുതുപുത്തനായിട്ട് ലോകത്തിന് ആശയങ്ങളെ തരുന്നതാണ് പുരാണം. അപ്പം നമ്മുടെ പുരാണങ്ങളിലുള്ള കഥകളൊക്കെ പഴഞ്ചൻ എന്ന് കരുതേണ്ടതില്ല. അതിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും വ്യത്യാസമുണ്ടാകാം, പക്ഷേ ആശയങ്ങൾ ഏത് കാലത്തിനും അനുയോജ്യമായതായിരിക്കും. ഇത് മനസ്സിലാക്കാതെ പുതിയൊരു തലമുറ പുരാണം എന്ന് കേട്ടപ്പോൾ അത് പഴഞ്ചൻ എന്ന് തെറ്റിദ്ധരിച്ചു. ഇവിടെ വ്യാസമഹർഷി എന്ത് ചെയ്തു? ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട എന്ന് മാത്രമല്ല, പല സംശയങ്ങളും തോന്നാൻ തുടങ്ങി. ഒരു പുരാണത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായി മറ്റൊരു പുരാണത്തിൽ പറഞ്ഞപ്പോൾ ആൾക്കാരിൽ സംശയം വളർന്നു. ഇപ്പം ഭാഗവതം വായിക്കുന്ന ഞങ്ങളോട് തന്നെ എന്തൊക്കെ തരം സംശയങ്ങൾ ആൾക്കാർ ചോദിക്കുമെന്നറിയോ? ബുധനാഴ്ച വായിച്ചാൽ കുഴപ്പമുണ്ടോ? വെള്ളിയാഴ്ച വായിക്കാണ്ടിരുന്നാൽ പ്രശ്നമുണ്ടോ? സന്ധ്യയ്ക്ക് ശേഷം വായിച്ചാൽ പ്രശ്നമാവോ? വലത്തെ പേജിൽ നിന്ന് തുടങ്ങണോ? ഇടത്തെ പേജിൽ നിർത്തണോ? മൂന്നാമത്തെ ശ്ലോകം വിടണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംശയം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വ്യാസമഹർഷി ഒരു കാര്യം ചെയ്തു. സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം ത്രയീന ശ്രുതിഗോചര ഇതി ഭാരതമാഖ്യാനം. രാത്രിയോ പകലോ വെള്ളിയാഴ്ചയോ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് വായിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാഭാരതം എന്ന ഗ്രന്ഥം നിർമ്മിച്ചത്. 18 പർവങ്ങളിലായി 1.25 ലക്ഷം ശ്ലോകങ്ങളോടുകൂടിയ മഹാഭാരതത്തെ നിർമ്മിച്ചു വ്യാസമഹർഷി. ആലോചിച്ചു നോക്കൂ, 1.25 ലക്ഷം ശ്ലോകം. മഹാഭാരതത്തിലെ ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ഉൾപ്പെടുത്തി അതിഗംഭീരമായിട്ടുള്ളതായ ഗ്രന്ഥം. മഹാഭാരതം വ്യാസമഹർഷി രചിച്ച് പബ്ലിഷ് ചെയ്തപ്പോൾ പുസ്തകം വാങ്ങിവെക്കണ ആൾക്കാർ മഹാഭാരതവും വാങ്ങിവെച്ചു. എന്താ മഹാഭാരതം വീട്ടിലുണ്ടായ ഗുണം എന്ന് വെച്ചാൽ, അഥവാ ഒരു ദിവസം തലയണ ഇല്ലാച്ചാൽ, അഥവാ ഒരു ദിവസം തലയണ ഇല്ലാച്ചാൽ നല്ലത് ഈ പുസ്തകം, നല്ല കട്ടിയുണ്ട്. ആധ്യാത്മിക ഗ്രന്ഥങ്ങൾക്ക് കട്ടി കൂടിയാൽ അങ്ങനെയൊക്കെ ഉപയോഗമുണ്ട്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് എപ്പോഴോ ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു പൂജയ്ക്കൊരു വീട്ടിൽ പോയപ്പോൾ ഞാൻ ആ വീട്ടുകാരോട് എന്തോ ഒരു സാധനം കുറച്ച് ഉയർത്തി വയ്ക്കാൻ ഇത്ര കട്ടിയുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് വല്ല ചുടുകട്ടയോ മരത്തിൻ്റെ എന്തെങ്കിലും കഷ്ണമൊക്കെ കിട്ടുന്ന. അങ്ങനെ ചോദിച്ചപ്പോൾ ഇവർ കൊണ്ടുതന്നത് ഭഗവത്ഗീതയുടെ വലിയൊരു വ്യാഖ്യാനം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കുറേ കട്ടിയുള്ള പുസ്തകമുണ്ട് ഇവിടെ. അപ്പോൾ ആധ്യാത്മിക ഗ്രന്ഥത്തിന് കട്ടുകൂടിയാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ വ്യാസൻ മഹാഭാരതം രചിച്ചു, കുറേ ആൾക്കാർ മഹാഭാരതം വാങ്ങിവെച്ചു. വാങ്ങിവെച്ച കുറേ ആൾക്കാർക്ക് തോന്നി ഇത് വായിച്ചാൽ തീരലൊന്നും ഉണ്ടാവില്ല. സ്വതവേ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കട്ടിയുള്ള പുസ്തകം ദൂരത്തുനിന്ന് കണ്ടാൽ ഉറക്കം തൂങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം പിന്നെ മഹാഭാരതം വായിച്ച് തീരലുണ്ടാവില്ല. അപ്പം ഇത് വായിക്കാണ്ടിരിക്കാൻ എന്താ വഴി? ഇത് അടുത്ത ചോദ്യം. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഏതോ ഒരു മഹാഭാവിക്കൊരു സൂത്രം തോന്നിയത്. അയാൾ പറഞ്ഞിളക്കി. എന്താ അറിയോ? മഹാഭാരതം വീട്ടിൽ വയ്ക്കാൻ പാടില്ല. മഹാഭാരതം വീട്ടിൽ വെച്ചാൽ കേട്ടിട്ടില്ലേ? ഇത് കേട്ടിട്ടില്ലേ? എവിടെയോ ഒരു സ്ഥലത്ത് സപ്താഹത്തിന് പോയപ്പോൾ, സപ്താഹത്തിൻ്റെ 5-ാം ദിവസമോ മറ്റാണോന്ന് തോന്നുന്നു, ഒരമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ തിരുമേനിക്ക് നാളെ ഒരു ദക്ഷിണ തരണം എന്ന് ആലോചിക്കണുണ്ട്. ഇപ്പം എന്താ അറിയില്ല, ദക്ഷിണ എന്ന് കേട്ടപ്പോൾ സന്തോഷമായി. എന്താ ദക്ഷിണ? അത് ഒരു മഹാഭാരതം പുസ്തകമുണ്ട് എൻ്റെ വീട്ടിൽ, അത് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പം ഞാൻ പറഞ്ഞു, മഹാഭാരതം നിങ്ങൾക്ക് വായിച്ചാൽ പോരെ, എൻ്റെ വീട്ടിൽ എനിക്ക് വായിക്കാൻ വേറെ അല്ല. ബന്ധുക്കൾ ആരോ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു അത്രേ, മഹാഭാരതം വീട്ടിൽ വെച്ചാൽ അടിപിടി ഉണ്ടാവുന്നു, എന്നാൽ തിരുമേനിയുടെ വീട്ടിൽ കൊണ്ടുവച്ചോളൂ. എന്തൊരു സ്നേഹം നോക്കണേ. അപ്പോൾ പറഞ്ഞു വരുന്നത്, മഹാഭാരതം ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ്. ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല എന്ന ഭാവത്തിൽ വ്യാസമഹർഷി ശ്രീമഹാഗണപതിയെ കൊണ്ട് എഴുതിച്ചതാണ് മഹാഭാരതം.
അത്ര ഗംഭീരമായൊരു ഗ്രന്ഥം ഒരു പക്ഷേ വേറെയില്ല. ആ മഹാഭാരത ഗ്രന്ഥത്തിന് പോലും പരദൂഷണം കേൾക്കേണ്ടി വന്നു. വ്യാസമഹർഷിക്ക് വല്ലാത്ത സങ്കടമായി. അദ്ദേഹം ബദരികാശ്രമത്തിനടുത്ത് ശമ്യാപ്രാസം എന്ന തൻ്റെ ഗുഹയുടെ അരികിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വ്യാസമഹർഷി സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വേദവ്യാസന്റെ മുൻപിലേക്ക് സാക്ഷാൽ നാരദം സുരപൂജിതം ശ്രീനാരദ മഹർഷി അവതരിക്കുന്നത്. അല്ലേ, നാരദ മഹർഷി വേദവ്യാസ മഹർഷിയുടെ മുൻപിൽ അവതരിച്ചു എന്ന് മാത്രമല്ല, വേദവ്യാസ മഹർഷിയോട് ചോദിക്കുകയാണ്, പാരാശരീയ മഹാഭാഗ ഭവത കച്ചിതാത്മന പരിതുഷ്യതി ശാരീര ആത്മാമാനസ ഏവവ. ഹേ പരാശരപുത്ര വ്യാസ, എന്താ അങ്ങയ്ക്ക് സങ്കടം? അല്ലേ, എന്താ അങ്ങയുടെ ദുഃഖം? ഇവിടെ ഇപ്പോൾ വേദവ്യാസന് ദുഃഖമുണ്ടെന്ന് നാരദരോട് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ വേദവ്യാസന് ദുഃഖമുണ്ടെന്ന് നാരദർക്ക് മനസ്സിലായത് എന്നാണെങ്കിൽ, മുഖം കണ്ടപ്പോൾ മനസ്സിലായി എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. അപ്പോൾ മുഖം കണ്ടപ്പോൾ മനസ്സിലായി വ്യാസന് എന്തോ ദുഃഖമുണ്ട് എന്ന്. അതാണ് ചോദിച്ചത്, എന്താ അങ്ങേക്ക് ദുഃഖം? അല്ല, ശാരീര ആത്മാ മാനസയേവവ, അങ്ങേക്ക് ശരീരത്തിനാണോ ദുഃഖം? പ്രകൃതിയിൽ നിന്ന് വരുന്ന ദുഃഖമാണോ? അല്ല, മനസ്സിനാണോ ദുഃഖം? ഇവിടെ 3 തരത്തിലുള്ള ദുഃഖങ്ങളെ നാരദര് പറയുന്നുണ്ട്. ഒന്ന് ശരീരത്തിൻ്റെ ദുഃഖം, മറ്റൊന്ന് പ്രകൃതിയുടെ ദുഃഖം, മറ്റൊന്ന് മനസ്സിൻ്റെ ദുഃഖം. ഇതിലേറ്റവും ശക്തിയുള്ള ദുഃഖം ഏതാ? അല്ലേ, മനസ്സിൻ്റെ ദുഃഖമാണ്. മറ്റ് 2 ദുഃഖങ്ങൾക്കും നമുക്ക് ഒരു പരിധി വരെ പ്രതിവിധി കണ്ടെത്താൻ പറ്റും. ഇപ്പം ശരീരത്തിന് തീരെ സുഖമില്ലാച്ചാൽ ഡോക്ടറെ കാണിക്കാം, ഗുളിക കഴിക്കാം, ഒക്കെ ചെയ്യാം ഒരു പരിധി വരെ. പ്രകൃതി തരുന്ന ദുഃഖം, നല്ല ചൂട്, അല്ലേ, ഫാന്, വെള്ളം കുടിക്കാം, ഫാനിടാം, കുറച്ചൊക്കെ. എന്നാൽ 3ാമത്തൊരു ദുഃഖമുണ്ടല്ലോ, മനസ്സിൻ്റെ ദുഃഖം. ഭാഗവതം പറയുക, എന്താ അതിന് പ്രതിവിധി? അല്ലേ, ബാക്കി 2 എണ്ണത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിവിധി കണ്ടെത്താം. പക്ഷേ മനസ്സിൻ്റെ ദുഃഖം അതത്ര എളുപ്പത്തിൽ പോണ ഒന്നല്ല. നമ്മളിപ്പോൾ മനസ്സിന് സമാധാനം കിട്ടാൻ മനസ്സിൻ്റെ ദുഃഖം വന്നാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് പോവും, കൗൺസിലിങ്. അല്ലേ, അവിടെ പോയി അയാളൊരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 2000 റുപ്യ കൊടുക്കുമ്പോൾ മനസ്സിന് സമാധാനം കിട്ടും. പക്ഷേ ഭാഗവതം ചോദിക്കേണ്ടത് എന്താ അറിയോ? അയാളെ കാണാൻ 1 മാസം ഒരു പേഷ്യൻറ്റും പോയിട്ടില്ലെങ്കിൽ അയാൾക്ക് സമാധാനം ഉണ്ടാവുമോ? അപ്പോൾ അയാൾ വേറൊരാളെ കാണും, വലിയ ഡോക്ടറെ. എന്തിന്? ടെൻഷൻ കൊണ്ട്. ടെൻഷനുള്ള ആൾക്കാരും വരുന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ അയാൾക്ക് വരും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഏറ്റവും വലിയ ദുഃഖം മനസ്സിൻ്റെ ദുഃഖമാണ്. ആ മനസ്സിൻ്റെ ദുഃഖത്തിന് മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഈശ്വര ചിന്തകൾക്കല്ലാതെ മറ്റൊരു വഴിയില്ല. അല്ലേ, ബാക്കി നമുക്ക് എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടാനുണ്ട്. ഇപ്പോൾ കൈ കഴുകാൻ ഹാൻഡ് വാഷ്, വായ കഴുകാൻ മൗത്ത് വാഷ്, മുഖം കഴുകാൻ ഫേസ് വാഷ്, മനസ്സ് കഴുകാൻ മൈൻഡ് വാഷ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കുപ്പിയിൽ കിട്ടുമെങ്കിൽ തിരക്കേടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനൊരു സാധനം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അല്ലേ, എൻ്റെ ഉള്ളിൽ ശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കുറച്ച് സോപ്പ് വെള്ളം എടുത്ത് കുടിച്ചാൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പം മനസ്സ് ശുദ്ധീകരിക്കാൻ, മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് ഈശ്വര ചിന്തയല്ലാതെ, ഈശ്വര കഥകളും കീർത്തനങ്ങളും അല്ലാതെ മറ്റൊരു വഴിയില്ല. വേദവ്യാസ മഹർഷി അങ്ങ് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും നതഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിത, ഭഗവാന്റെ മഹിമകൾ വേണ്ടതുപോലെ അങ്ങ് വേണ്ടതുപോലെ പാടിയിട്ടില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, അങ്ങ് ഭഗവാന്റെ കഥകൾ പാടൂ. കഴിഞ്ഞ ജന്മത്തിൽ ദാസീപുത്രനായിരുന്ന എനിക്ക് 5 വയസ്സിൽ അനാഥനാകേണ്ടി വന്നു. അച്ഛനും അമ്മയും മരിച്ചു പോയപ്പോഴും ആ ദുഃഖത്തെ മറികടക്കാൻ, ആ ദുഃഖത്തിൽ മനസ്സ് തളരാതിരിക്കാൻ എനിക്ക് ശക്തി കിട്ടിയത് അന്ന്
കുറച്ച് സന്യാസിമാർ തന്ന ഭഗവാന്റെ കഥകളിൽ കൂടിയായിരുന്നു. ഹൃദയത്തിൽ ഗുരുനാഥന്മാർ പാടിത്തന്ന, ഞാൻ കേട്ടതായ ഭഗവാന്റെ കഥകളെ ചിന്തിച്ച് ജീവിതത്തിൽ വന്നതായ ഏതൊരു ദുഃഖത്തെയും ഭഗവാന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് മറികടക്കാൻ എനിക്ക് സാധിച്ചു. പൂർവജന്മത്തിൽ ഭഗവാനെ ഹൃദയത്തിൽ ഒന്ന് ധ്യാനിച്ച് സാക്ഷാത്കരിക്കുമ്പോഴേക്കും ഈ ജന്മത്തിൽ ഇനി നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മറഞ്ഞു. അതോടുകൂടി ഇനി ഭഗവാനെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു വ്യാസമഹർഷി. അങ്ങനെ ഭഗവാനെ കാണണം, ഭഗവാനെ മറക്കാതിരിക്കണം എന്ന് മോഹിച്ച് ഞാൻ മരിച്ചപ്പോൾ ഭഗവാൻ എനിക്ക് നൽകിയ ജന്മമാണ് ഈ ഒരു ദേവർഷിയായ നാരദരുടെ ജന്മം. ബ്രഹ്മാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് ഞാൻ ജനിച്ചു. ദേവന്മാർ എനിക്ക് മഹതി എന്നുള്ളതായ ദിവ്യമായ ഈ വീണ നൽകി. ഇന്ന് ഈ വീണയിൽ ശ്രുതിമീട്ടിക്കൊണ്ട് ലോകം മുഴുവൻ ഭഗവാന്റെ മഹിമകളെ പാടി നടക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പൂർവജന്മത്തിൽ കുറച്ച് ഭാഗവത കഥകൾ കേട്ടതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് വേദവ്യാസ മഹർഷി അങ്ങ് ഭാഗവതം രചിക്കൂ. ആ ഭാഗവതം അങ്ങയ്ക്കും കേൾക്കുന്നവർക്കും പാടുന്നവർക്കുമൊക്കെ ഒരുപോലെ അനുഗ്രഹം ചൊരിയും എന്ന് നാരദ മഹർഷി ശമ്യാപ്രാസം എന്ന തൻ്റെ ആശ്രമത്തിൽ വെച്ച് വേദവ്യാസ മഹർഷിയോട് പറഞ്ഞപ്പോൾ വേദവ്യാസ മഹർഷി ശ്രീനാരദ മഹർഷിയെ വീണ് നമസ്കരിക്കുന്നതും തൻ്റെ ആശ്രമത്തിലിരുന്ന് ഭാഗവത രചന ആരംഭിക്കുന്നതുമായ രംഗമാണ് തുടർന്ന് നമ്മളിവിടെ പാരായണം ചെയ്തത്.